ഇന്ത്യയും പാകിസ്ഥാനോട് ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പം ഇന്ത്യക്കെതിരെ പറയാൻ ഇന്ത്യയിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ട്. എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ ജീവിക്കുന്ന, നമുക്ക് ആഹാരം നൽകുന്നവരെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നവരെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മൾ ജനിച്ച നമ്മുടെ രാജ്യത്തിനോട് ഒരു കൂറും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും അല്ലാത്തടത്തും മറ്റിടത്തും മറിച്ചിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോകൾ ഇടുന്നുണ്ട്. പേഴ്സണലി കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഏതൊരാളെ പോലും ഇപ്പോൾ 100 ഒരു 99.99% ആൾക്കാർ ഇന്ത്യ ഇഷ്ടപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തിനകത്ത് എന്നുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിന് എഗനസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കുന്ന ചോറുണ്ടെന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകുമായിരിക്കും. ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ്സ് എല്ലാം വരുന്നത് എവിടുന്നായിരിക്കും? ഒരു രാജ്യത്തിന് തകർക്കാൻ യുദ്ധത്തിൽ കൂടെ മാത്രമല്ല തകർക്കാൻ പറ്റുന്നത്, മറ്റ് പല കാര്യങ്ങളിലൂടെ തകർക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അറിയാതെ ഇപ്പോഴും ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യ തോറ്റ് എന്തിനാടേ, എന്ത് കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ ഇവരെ ഈ വീഡിയോ ചെയ്യുന്നത്, കേരളത്തിനകത്തിരുന്നുകൊണ്ട് ഇന്ത്യ നശിച്ചു പോകണമെന്ന് കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ പേഴ്സണലി എനിക്ക് ചെവിക്കടിച്ച് പൊട്ടിക്കാൻ എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത്. ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് മതത്തിനും ജാതി ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അതെനിക്ക് ചോദിക്കേണ്ടത്. കുറേ അമ്മാവൻ കമ്പനികളൊക്കെ. ഗായ്സ്, നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പം ബേസിക്കായിട്ട് ഒരു കുറച്ച് മര്യാദയൊക്കെ കാണിക്കണം. ജീവിക്കുന്ന രാജ്യം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തൊന്ന് പോകാൻ വല്ല ഓപ്ഷൻ വല്ല കിട്ടുകയാണ്. നിങ്ങൾ പോയിട്ട് പിന്നെ പറയണത് പിന്നെ ഒരു അന്തസ്സുണ്ട്. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെ കുറിച്ച് കുറ്റം പറയുമ്പം ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് വ്യക്തിയായിട്ട് ഫീൽ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എന്നെ മറുപടി പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഡ്രഗ്സും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് നമ്മളെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അതിനകത്ത് നല്ലൊരു പങ്ക് വഹിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. പിന്നെ അതുകൂടാതെ അല്ലറ രാജ്യങ്ങളും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഈ ജാതി മതം അതിൻ്റെയൊക്കെ സാമാനം തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നത് നിനക്കൊക്കെ വട്ടാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആത്മാർത്ഥമായിട്ട് മനസ്സിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്? എനിക്ക് നല്ല ചെറുതേരാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനകത്ത് ജാതി മതവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കണം, ജാതി മതമൊന്നും അല്ല, അതൊന്നും അല്ലെന്ന് ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ റോഡിൽ കിടക്കാൻ നേരത്തെ അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹിന്ദു ആയിരിക്കും സഹായിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒരു മുസ്ലിം ആയിരിക്കും സഹായിക്കുന്നത്. ഒരു മുസ്ലിം ഇപ്പം മരിക്കാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു വണ്ടി ഇടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദു എടാ അങ്ങനെയൊക്കെ മനസ്സിലാക്കടാ, ഈ ജീവിക്കടാ ഇനിയെങ്കിലും ഈ തമ്മിത്തല്ലാതെ.